നമസ്കാരം, മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പ്രതിപക്ഷത്തിനെ കുരുക്കാൻ സർക്കാർ. വി ഡി സതീശനെതിരെ പുനർജനിയിൽ CBI അന്വേഷണത്തിന് വിജിലൻസ് ശുപാർശ. അനുമതിയില്ലാതെയുള്ള വിദേശയാത്ര, വിദേശ ഫണ്ടിലെ ക്രമക്കേട് എന്നിവ അന്വേഷിക്കണമെന്ന ആവശ്യം. നീക്കം 1 വർഷം മുൻപ് ഫെമ നിയമപ്രകാരം തെളിവില്ല എന്ന് വിജിലൻസ് റിപ്പോർട്ട് നൽകിയ കേസിൽ. തെരഞ്ഞെടുപ്പ് സ്റ്റണ്ടെന്ന് കോൺഗ്രസ്, രാഷ്ട്രീയമായി നേരിടുമെന്നും നിയമപരമായി നിലനിൽക്കില്ല എന്നും വി ഡി സതീശൻ. തെരഞ്ഞെടുപ്പിന് തന്ത്രങ്ങളൊരുക്കി കോൺഗ്രസ്. അടുത്ത മാസം പകുതിയോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ നീക്കം. ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തരുത് എന്നും UDF പരിഗണിക്കുന്നത് വിജയസാധ്യത മാത്രമെന്നും നേതൃത്വം. കോൺഗ്രസിന്റെ ദ്വിദിന ശില്പശാല വയനാട്ടിൽ. തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ഒരു പടി കൂടി കടന്ന് BJP. 35ഓളം മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. കഴക്കൂട്ടത്ത് മുരളീധരനും കായംകുളത്ത് ശോഭയും നേമത്ത് രാജീവ് ചന്ദ്രശേഖറും മത്സരിച്ചേക്കും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രിസ്ത്യൻ വോട്ട് നേടാനായില്ല എന്നും ഹിന്ദു വോട്ടുകൾ നഷ്ടമായെന്നും BJP വിലയിരുത്തൽ. ലീഗുമായി ഏറ്റുമുട്ടുന്ന വെള്ളാപ്പള്ളി നടേശനെ നേരിൽ കണ്ട പ്രകാശ് ജാവദേക്കർ. അമിത്ഷാ 11-നെത്തും. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ മുന്നിൽ കണ്ടാകും രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതടക്കം ജനക്ഷേമ പദ്ധതികൾ തടസ്സപ്പെടുത്താൻ കേന്ദ്ര നീക്കമെന്ന ആരോപണം. ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി രാജ്യം മാറിയെന്ന പ്രഖ്യാപനം തള്ളി ധനമന്ത്രി. രാജ്യമേറെ മോശപ്പെട്ട അവസ്ഥയിലെന്നും അമൃത TVയുടെ വാക്ക് മറുവാക്കിൽ KN ബാലഗോപാൽ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടാനില്ല എന്ന് MA ബേബി. പോറ്റി എങ്ങനെ അവിടെ എത്തി എന്നതിൽ വ്യക്തത വേണമെന്നും CPM ജനറൽ സെക്രട്ടറി. പങ്കുള്ള എല്ലാവരെയും ശിക്ഷിക്കണമെന്ന നിലപാടാണ് കേരള സർക്കാരിൻ്റെതെന്നും വിശദീകരണം. വെനസ്വേലയിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം. ന്യൂയോർക്ക് ജയിലിൽ കഴിയുന്ന വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മദുറോയുടെ ചിത്രം പുറത്തുവിട്ട അമേരിക്ക. പതറാതെ ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ പുഞ്ചിരിയുമായി നിക്കോളസ് മദുറോ. അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ്. മദീനയ്ക്കടുത്ത് വാഹനാപകടം. മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചു. ജീവൻ നഷ്ടമായത് മലപ്പുറം മഞ്ചേരി നടുവത്ത് കളത്തിൽ അബ്ദുൾ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് എന്നിവർക്ക്. ജലീലിന്റെ 3 മക്കൾക്ക് ഗുരുതര പരിക്ക്. അപകടത്തിൽപ്പെട്ടത് മദീന സന്ദർശിക്കാൻ പോയ കുടുംബം സഞ്ചരിച്ച കാർ ലോറിയുമായി കൂട്ടിയിടിച്ചു. വിശദമായ വാർത്തകൾ നോക്കാം. പുനർജനി കേസിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് വിജിലൻസിന്റെ റിപ്പോർട്ട്. ഭവന നിർമ്മാണ പദ്ധതിയുടെ പേരിൽ അനധികൃത പണപ്പിരിവ് നടത്തിയെന്നും വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. വിജിലൻസിന്റെ മുൻ മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത കഴിഞ്ഞ ഫെബ്രുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നത്. 2018 പ്രളയത്തിന് ശേഷം തന്റെ മണ്ഡലമായ പറവൂരിൽ വി ഡി സതീശൻ നടപ്പാക്കിയ പുനരധിവാസ പദ്ധതിയാണ് പുനർജനി. ഇതിന്റെ ഭാഗമായി വിദേശത്തു പോയി ഫണ്ട് സമാഹരണം നടത്തിയതിലെ ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയാണ് അന്ന് പരാതി ഉയർന്നത്. സ്വകാര്യ സന്ദർശനത്തിനായി വിദേശത്ത് പോകാൻ കേന്ദ്രത്തിൽ നിന്ന് അനുവാദം വാങ്ങുകയും പിന്നീട് ഓസ്ട്രേലിയയിൽ വിവിധയിടങ്ങളിൽ ഫണ്ട് സമാഹരണം നടത്തി പ്രസംഗിക്കുകയും ചെയ്ത വീഡിയോ ക്ലിപ്പുകൾ ഉയർത്തിക്കാട്ടിയാണ് വി ഡി സതീശനെതിരെ ആരോപണമുയർന്നത്. അന്ന് വിജിലൻസ് അന്വേഷണം നടത്തി വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും സമാഹരിച്ച ഫണ്ട് മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിച്ചിട്ടില്ല എന്നും കണ്ടെത്തിയിരുന്നു. ഇതേ തുടർന്ന് അന്വേഷണം അവസാനിപ്പിച്ചെങ്കിലും വിജിലൻസിന്റെ മുൻ മേധാവിയായിരുന്ന യോഗേഷ് ഗുപ്ത വീണ്ടും കേസ് അന്വേഷിച്ചപ്പോഴാണ് ഫെമ നിയമത്തിന്റെ ലംഘനം നടന്നതായി കണ്ടെത്തുകയും ഇതിൽ CBI അന്വേഷണം വേണമെന്ന് ശുപാർശ നൽകുകയും ചെയ്തത്. ഫെബ്രുവരിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ സർക്കാർ നിയമോപദേശം തേടിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് നാളുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് റിപ്പോർട്ട് ചർച്ചയാകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഭരണമുന്നണി പ്രതിരോധത്തിലാകുകയും ചെയ്യുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിനെതിരായ പുനർജനി കേസ് വീണ്ടും തലപൊക്കുന്നത്. 20-ന് നിയമസഭാ സമ്മേളനം ചേരാനിരിക്കെ പുനർജനി കേസ് ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വിഷയമാകുകയും ചെയ്യും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. പുനർജനി കേസിൽ വി ഡി സതീശനെതിരായ വിജിലൻസിന്റെ ശുപാർശയിൽ പ്രതികരണങ്ങളുമായി നേതാക്കൾ. വിജിലൻസ് അന്വേഷിച്ച് നിലനിൽക്കില്ല എന്ന റിപ്പോർട്ട് നൽകിയ കേസാണിതെന്ന് വി ഡി സതീശൻ പ്രതികരിച്ചു.
കേസിൽ ഗവൺമെന്റ് എന്ത് തീരുമാനമെടുക്കുന്നോ അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പറയാൻ പറ്റൂ എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ നിലപാട്. രാഷ്ട്രീയമായും നിയമപരമായും കേസിനെ നേരിടുമെന്നും വിദേശ സംഭാവനാ ചട്ടം ലംഘിച്ചുവെങ്കിൽ CBI അന്വേഷിക്കട്ടെ എന്നും തിരഞ്ഞെടുപ്പായതുകൊണ്ടാണ് ഇപ്പോൾ ഇതുമായി വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. ഭയങ്കര കുഴപ്പം പിടിച്ച എന്തെങ്കിലും ഫൈൻഡിങ് ഉണ്ടെങ്കിൽ MV ഗോവിന്ദൻ പറഞ്ഞവരെ CBI വിടട്ടെ, CBI അന്വേഷിക്കട്ടെ. ഞാൻ FCRI വകുപ്പിന്റെ ലംഘനം നടത്തിയിട്ടുണ്ടെന്ന് ഒന്ന് പറഞ്ഞേക്ക്, ഞാൻ പേടിച്ചു എന്ന് പറഞ്ഞു. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിക്കുകയും കേരളത്തിലേക്ക് പണം എത്തിക്കുകയും ചെയ്തു എന്നതാണ് പുനർജനി കേസിന്റെ അടിസ്ഥാനമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വിദേശത്ത് പോയി പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് പണം സ്വരൂപിച്ച് ആ പണത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങോട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഈ കേസിൻ്റെ അടിസ്ഥാനം. ആ കേസിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് എന്താണോ നിയമപരമായിട്ട് തീരുമാനിക്കുന്നത് ആ തീരുമാനം എടുക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പുനർജനി വിവാദത്തിൽ മാധ്യമങ്ങളിലെ വാർത്തയാണ് തനിക്ക് അറിയാവുന്നതെന്നായിരുന്നു മന്ത്രി V ശിവൻകുട്ടിയുടെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് തമാശയായി കാണാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. എല്ലാവരെയും എല്ലാ കാലത്തും പറ്റിക്കാൻ വേണ്ടി പറ്റില്ല. ഒരു സമയത്ത് പിടി വീഴുമെന്നുള്ള കാര്യം ഉറപ്പാണ്. അത്രമാത്രം പറയാം. പ്രതിപക്ഷ നേതാവിനെതിരായ വിജിലൻസ് ശുപാർശയിൽ നിയമപരമായ നടപടികൾ മാത്രമാണ് സർക്കാർ കൈക്കൊള്ളുകയെന്ന് മന്ത്രി P രാജീവ് വ്യക്തമാക്കി. തിരഞ്ഞെടുപ്പ് ടൈമിങ്ങിനെ കുറിച്ച് സംസാരിക്കുന്നത് UDFന്റെ അനുഭവത്തിൽ നിന്നാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. LDF നിയമപരമായിട്ട് എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് സ്വതന്ത്രമായ അന്വേഷണമാണ് എല്ലാ കാര്യങ്ങളിലും സ്വീകരിക്കുന്നത്. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായി പ്രതികരിക്കാവുന്ന ഒരു ഘട്ടമായിട്ടുണ്ട് എന്ന് തോന്നുന്നില്ല. VD സതീശന് പിന്തുണയുമായി PV അൻവർ രംഗത്തെത്തി. പ്രതിപക്ഷത്തിനെതിരെ മുഖ്യമന്ത്രി വൈരാഗ്യ ബുദ്ധിയോടെ നീങ്ങുന്നുവെന്നായിരുന്നു അൻവറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഇത് ജനം വിലയിരുത്തുമെന്നും തിരിച്ചടി വരുന്ന തെരഞ്ഞെടുപ്പിലും ഉണ്ടാകുമെന്നും അൻവർ വ്യക്തമാക്കി. പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷത്തിനുമെതിരെയുള്ള ഏത് ആക്രമണത്തെയും നേരിടാൻ താനും തന്റെ പാർട്ടിയും തയ്യാറാണെന്നും അൻവർ FB പോസ്റ്റിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. KPCCയുടെ നേതൃത്വത്തിൽ ലക്ഷ്യ ലീഡർഷിപ്പ് ക്യാമ്പിന് വയനാട്ടിൽ തുടക്കമായി. നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങളാണ് പ്രധാന അജണ്ട. ജയസാധ്യത മാത്രമായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലെ മാനദണ്ഡമെന്ന് കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞു. രാഷ്ട്രീയ എതിരാളികൾക്ക് ആയുധം കൊടുക്കുന്ന പ്രതികരണങ്ങൾ ഉണ്ടാകരുത് എന്നും ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം വ്യക്തമാക്കി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയുടെ അധ്യക്ഷതയിൽ സുൽത്താൻ ബത്തേരിയിലുള്ള സപ്ത കൺവെൻഷൻ സെന്ററിലാണ് 2 ദിവസത്തെ ക്യാമ്പ് നടക്കുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായും സമാനമായ രീതിയിൽ സുൽത്താൻ ബത്തേരിയിൽ ക്യാമ്പ് സംഘടിപ്പിച്ചിരുന്നു. അന്നെടുത്ത തീരുമാനങ്ങളും നീക്കങ്ങളും തെരഞ്ഞെടുപ്പ് വിജയത്തിൽ നിർണായകവുമായി. ഈ സാഹചര്യത്തിലാണ് വയനാട്ടിൽ തന്നെ വീണ്ടും ക്യാമ്പ് സംഘടിപ്പിക്കാൻ നേതൃത്വം തീരുമാനിച്ചത്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. 100 സീറ്റാണ് UDFന്റെ ലക്ഷ്യമെന്നും സാധാരണ പ്രവർത്തകരെ നിരാശപ്പെടുത്തുന്ന ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാകരുതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. PM ശ്രീയിൽ ഉൾപ്പെടെ BJP CPM കൂട്ടുകച്ചവടമാണ് നടക്കുന്നത്. ആ കൂട്ടുകെട്ട് ജനം തിരിച്ചറിഞ്ഞുവെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേതാക്കൾക്കുള്ള ഹൈക്കമാൻഡിന്റെ നിർദ്ദേശം KC വേണുഗോപാൽ പങ്കുവച്ചു. 4 മാസക്കാലത്തേക്ക് ജാഗ്രത, ഉത്തിഷ്ഠത, ജാഗ്രത. ഒരു കാരണവശാലും രാഷ്ട്രീയ എതിരാളികളുടെ കയ്യിൽ ആയുധം കൊടുക്കുന്ന ഒരു വരികളിലേക്കും നമുക്ക് പോകും. സ്ഥാനാർത്ഥി നിർണയത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ആർക്കും ആഗ്രഹം തെറ്റൊന്നുമില്ല. പാർട്ടിയിൽ 10, 30, 40 കൊല്ലം അല്ലെങ്കിൽ 10, 15 കൊല്ലം പ്രവർത്തിച്ചാൽ ഇലക്ഷൻ വരുമ്പോൾ അവസരങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഭാഗമാകണമെന്ന് ആഗ്രഹിക്കുന്നത് സ്വാഭാവികമല്ലേ? അതിലെന്താ തെറ്റ്? പ്രതിപക്ഷ നേതാവ് VD സതീശൻ, AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗങ്ങൾ, മുൻ KPCC പ്രസിഡന്റുമാർ തുടങ്ങിയവർ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. വിലക്കയറ്റം, ഭരണസ്തംഭനം, സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ പ്രക്ഷോഭം കൂടുതൽ ശക്തമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾക്ക് അന്തിമ രൂപം നൽകും. ദേശീയ സംസ്ഥാന തലത്തിലെ സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളിൽ വിശദമായ ചർച്ച നടത്തുന്നതോടൊപ്പം സംഘടനാ വിഷയങ്ങളും യോഗം വിശദമായി ചർച്ച ചെയ്യും. നാളെ വൈകിട്ട് ക്യാമ്പ് അവസാനിക്കും. അമൃത ന്യൂസ്, വയനാട്. കോഴിക്കോട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെയെന്ന് ചോദ്യമുയരുമ്പോൾ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നാദാപുരത്ത് മത്സര രംഗത്തുണ്ടാകുമെന്നാണ് സൂചന. അഡ്വക്കേറ്റ് പ്രവീൺകുമാറും KM അഭിജിത്തും VT സൂരജും സാധ്യതാ പട്ടികയിലുണ്ട്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനൊരുങ്ങുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനെതിരെ നാദാപുരം നിയോജക മണ്ഡലത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. കഴിഞ്ഞ 2 പതിറ്റാണ്ടായി കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസിന് MLAമാരില്ല. ഇത്തവണ മികച്ച സ്ഥാനാർത്ഥികളെ ഇറക്കി കളം പിടിക്കാൻ കോൺഗ്രസിൽ അണിയറ ചർച്ചകൾ സജീവമായിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ പേര് സജീവ പരിഗണനയിലുണ്ട്. മുല്ലപ്പള്ളി കണ്ണൂരിൽ മത്സരിക്കണമെന്നാണ് അദ്ദേഹത്തെ അനുകൂലിക്കുന്നവരുടെ ആവശ്യം.
മുല്ലപ്പള്ളി നാദാപുരത്ത് നിന്നാൽ വിജയിപ്പിക്കാമെന്നാണ് മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിന്റെ ഉറപ്പ്. നാദാപുരത്ത് മുൻ KSU അധ്യക്ഷൻ KM അഭിജിത്തിന്റെയും പേരുണ്ട്. 80 പിന്നിട്ട മുല്ലപ്പള്ളിയെ മത്സരിപ്പിക്കുന്നതിനെതിരെ ചിലയിടത്ത് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. കൊയിലാണ്ടി മണ്ഡലത്തിൽ ഇത്തവണ DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് പ്രവീൺ കുമാറിനാണ് സാധ്യത. പ്രവീൺ കുമാർ മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. കോഴിക്കോട് നോർത്തിൽ KPCC ജനറൽ സെക്രട്ടറിയും K സുധാകരന്റെ അടുത്ത അനുയായിയുമായ K ജയന്തിന്റെ പേരുണ്ട്. ബാലുശ്ശേരിയിൽ KSU ജില്ലാ പ്രസിഡന്റ് VT സൂരജിന്റെയും എലത്തൂരിൽ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ നേതാവായ വിദ്യാ ബാലകൃഷ്ണന്റെയും പേര് ഗണിക്കാൻ സാധ്യതയേറെയാണ്. S വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിൽ നിന്നും ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി കോൺഗ്രസ്. 25 വർഷമായി റോഷി അഗസ്റ്റിൻ വിജയിക്കുന്ന മണ്ഡലം പിടിച്ചെടുക്കാൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് കഴിയൂ എന്നാണ് ഇവരുടെ നിലപാട്. 1977 ഇടുക്കി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത്. അതിനുശേഷം 2 തവണയൊഴികെ UDFിൽ കേരള കോൺഗ്രസ് ആണ് ഇടുക്കി സീറ്റിൽ മത്സരിക്കുന്നത്. മണ്ഡലം രൂപീകരിച്ച ശേഷം ഇതുവരെ 2 തെരഞ്ഞെടുപ്പുകളിൽ മാത്രമാണ് LDFിന് വിജയിക്കാൻ കഴിഞ്ഞതും. 1996 ജനതാദളിന്റെ PP സുലൈമാൻ റാവുത്തർ കേരള കോൺഗ്രസ് എമ്മിലെ ജോയി വെട്ടിക്കുഴിയെ പരാജയപ്പെടുത്തി. 2001 മുതൽ റോഷി അഗസ്റ്റിനാണ് ഇടുക്കിയുടെ ജനപ്രതിനിധി. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മാണി വിഭാഗം LDFിലെത്തിയതോടെ റോഷി ഇടത് MLAയും പിന്നീട് മന്ത്രിയുമായി. മാണി വിഭാഗം UDF വിട്ടതോടെ ഇടുക്കി സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ് മത്സരിക്കുന്നത്. എന്നാൽ ഇത്തവണ ഈ സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടുക്കി നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിക്കുന്നതാണ് വിജയിക്കാൻ കൂടുതൽ എളുപ്പം എന്നുള്ള ഒരു അഭിപ്രായം ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. റോഷി അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളിനെ പരാജയപ്പെടുത്താൻ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്. കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് ശേഷം ഇടുക്കി നിയമസഭാ മണ്ഡലത്തിലെ എല്ലാ ഗ്രാമപഞ്ചായത്തുകളും കട്ടപ്പന നഗരസഭയും കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അതിനാൽ ഇടുക്കി സീറ്റ് കോൺഗ്രസിന് ലഭിച്ചാൽ വിജയസാധ്യത കൂടുതലാണെന്നാണ് നേതാക്കളുടെ അഭിപ്രായം. എന്നാൽ ഇടുക്കി വിട്ടുകൊടുക്കാൻ ജോസഫ് വിഭാഗം തയ്യാറാകുമോ എന്ന് കണ്ടറിയണം. അമൃത ന്യൂസ്, ഇടുക്കി. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ ഊർജ്ജിതമാക്കാൻ BJPയും. പ്രധാന മണ്ഡലങ്ങളിലെ BJP സ്ഥാനാർത്ഥികളെ ഉടൻ പ്രഖ്യാപിക്കും. അമിത്ഷാ വരുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്കും രൂപമാകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിർണായക ശക്തിയാകാനുള്ള ഒരുക്കങ്ങളിലാണ് BJP. കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിലെ പ്രധാന ചർച്ചയും ഇതുതന്നെയായിരുന്നു. BJPക്ക് 30,000-നും 60,000-നും ഇടയിൽ വോട്ട് ലഭിച്ച 35 മണ്ഡലങ്ങളിൽ ശ്രദ്ധയൂന്നിയാകും പ്രവർത്തനം. ഇവിടങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയവും അവസാന ഘട്ടത്തിലാണ്. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, കഴക്കൂട്ടത്ത് V മുരളീധരൻ, കായംകുളം ശോഭാ സുരേന്ദ്രൻ തുടങ്ങി 35 മണ്ഡലങ്ങളിലെയും പ്രാഥമിക പട്ടിക തയ്യാറായി കഴിഞ്ഞു. 11-ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തലസ്ഥാനത്ത് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ഒരുങ്ങും. ഉടൻ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം ആരംഭിക്കാനാണ് നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച രീതിയിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് വോട്ട് ലഭിച്ചില്ലെന്നാണ് കോർ കമ്മിറ്റിയുടെ വിലയിരുത്തൽ. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രിസ്ത്യൻ വോട്ട് അനുകൂലമാക്കാനുള്ള ശ്രമം തുടരും. സ്ഥാനാർത്ഥി പട്ടികയിലും ഇത് ദൃശ്യമാകും. ശബരിമല സ്വർണ്ണക്കൊള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രചരണായുധമാക്കാത്തത് തിരിച്ചടിയായെന്നും യോഗം വിലയിരുത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരു മുന്നണികൾക്കുമെതിരെ ശബരിമല സ്വർണ്ണക്കൊള്ള ആയുധമാക്കും. ശബരിമലയിൽ കേന്ദ്ര ഏജൻസികളുടെ ഇടപെടലും നേതൃത്വം പ്രതീക്ഷിക്കുന്നുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം കൂട്ടാൻ BJP. കണിച്ചുകുളങ്ങരയിലെ വീട്ടിലെത്തി പ്രകാശ് ജാവദേക്കർ വെള്ളാപ്പള്ളി നടേശനുമായി കൂടിക്കാഴ്ച നടത്തി. കൂടിക്കാഴ്ചയിൽ സന്തോഷമെന്ന് പ്രകാശ് ജാവദേക്കർ പറഞ്ഞു. കൂടിക്കാഴ്ച രാഷ്ട്രീയപരമല്ല, തികച്ചും സ്വകാര്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിജയത്തിൽ സന്തോഷമെന്നും പ്രധാനമന്ത്രി ഉൾപ്പെടെ അതിൽ സന്തോഷിക്കുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പങ്കുള്ള എല്ലാവരെയും ശിക്ഷിക്കണം എന്ന നിലപാടാണ് കേരള സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്ന് CPM ജനറൽ സെക്രട്ടറി MA ബേബി. പാരഡി ഗാനങ്ങളും നിലവാരമില്ലാത്ത മുദ്രാവാക്യങ്ങളും കോൺഗ്രസിന്റെയും BJPയുടെയും അവസാന ആശ്രയമാണെന്നും അദ്ദേഹം വിമർശിച്ചു. സോണിയാഗാന്ധിക്ക് നേരെ വിരൽ ചൂണ്ടാനില്ല, പക്ഷേ പോറ്റി എങ്ങനെ അവിടെ എത്തി എന്നതിൽ വ്യക്തത വേണമെന്നും അദ്ദേഹം പറഞ്ഞു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പരാമർശവുമായി ബന്ധപ്പെട്ട് അസ്വീകാര്യമായതിനെ തള്ളുമെന്നായിരുന്നു MA ബേബിയുടെ പ്രതികരണം. പക്ഷേ ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കാലത്ത് എന്താ കേരളത്തിൽ സംഭവിച്ചത്? സഖാക്കള് കള്ളന്മാരാണ്, അയ്യപ്പൻ്റെ എടുത്തുകൊണ്ട് പോയി, സ്വർണ്ണം എടുത്തുകൊണ്ട് പോയി എന്നൊരു പാരഡി പാട്ടുണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുകയായിരുന്നില്ലേ? ദുബായ് എന്ന സ്വപ്ന നഗരത്തിന്റെ ആകാശം തൊട്ടു നിൽക്കുന്ന മഹാനിർമ്മിതി ബുർജ് ഖലീഫയ്ക്ക് 16 വയസ്സ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ കാണാനായി മാത്രം ലോകമെങ്ങും നിന്നും സഞ്ചാരികൾ ദുബായിലേക്ക് ഒഴുകിയെത്തുകയാണ്.
സിനിമാ പ്രൊമോഷൻ മുതൽ ജന്മദിനാശംസകൾ വരെ തെളിയുന്ന ബുർജ് ഖലീഫ കെട്ടിട നിർമ്മാണ സാങ്കേതിക വിദ്യയുടെ എക്കാലത്തെയും വലിയ അത്ഭുതമായി നിലകൊള്ളുന്നു. 2010 ജനുവരി 4 മനുഷ്യന്റെ ഇച്ഛാശക്തിയും സാങ്കേതികവിദ്യയും നിർമ്മാണ വൈദഗ്ധ്യവും ഒന്നുചേർന്ന് ലോകത്തിന് ഒരു മഹാത്ഭുതം സമ്മാനിച്ച ദിവസം. ബുർജ് ഖലീഫ എന്ന ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ലോകത്തിനു മുന്നിൽ അനാവൃതമായത് അന്നാണ്. 828 മീറ്റർ ഉയരത്തിൽ 163 നിലകളോടെ ആകാശം തൊട്ട് നിൽക്കുകയാണ് ആ മഹാനിർമ്മിതി. ദുബായ് എന്ന മഹാനഗരത്തിന്റെ അഭിമാന സ്തംഭം. സഞ്ചാരികളുടെയും ദുബായ് നിവാസികളുടെയും ഇഷ്ട ഹാങ് ഔട്ട് പ്ലേസ് ആയ ദുബായ് ഡൗൺ ടൗണിലാണ് ഹൈമനോകാലിസ് എന്ന പൂവിന്റെ ആകൃതിയിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഡിസൈൻ ചെയ്ത ബുർജ് ഖലീഫ നിലകൊള്ളുന്നത്. 2006 ജനുവരി 4 ബുർജ് ഖലീഫയുടെ നിർമ്മാണം ആരംഭിക്കുന്നത്. 5 വർഷങ്ങൾ കൊണ്ട് തന്നെ കെട്ടിടത്തിന്റെ പുറം നിർമ്മിതി പൂർത്തിയായി. സിനിമാ താരങ്ങളും കായിക താരങ്ങളുമൊക്കെ ബുർജ് ഖലീഫയുടെ പശ്ചാത്തലത്തിൽ അവിസ്മരണീയ പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ട്. ലോകത്തിലെ തന്നെ ഏറ്റവും വർണ്ണാഭമായ പുതുവത്സരാഘോഷം നടക്കുന്നതും ബുർജ് ഖലീഫയിൽ തന്നെ. മണലാരണ്യത്തിൽ നിന്നും ഉയർന്ന മഹാത്ഭുതമായി മാനവരാശിക്ക് തന്നെ പ്രചോദനമായി നിലകൊള്ളുകയാണ് ബുർജ് ഖലീഫ. അമൃത ന്യൂസ്, ദുബായ്. വേൾഡ് മലയാളി ഫെഡറേഷന്റെ 5ാമത് ഗ്ലോബൽ കൺവെൻഷൻ ഈ മാസം 16 മുതൽ 18 വരെ ദുബായിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലോകത്തിന്റെ വിവിധ കോണുകളിലുള്ള മലയാളികളെ ഒന്നിപ്പിക്കുകയും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുകയുമാണ് സമ്മേളനം ലക്ഷ്യമിടുന്നത് എന്ന് ഗ്ലോബൽ ചെയർമാൻ ഡോക്ടർ ജെ രത്നകുമാർ പറഞ്ഞു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, സംസ്ഥാന കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവർ വിശിഷ്ടാതിഥികളാകും. ഡോക്ടർ മുരളി തുമ്മാരുകുടി, സന്തോഷ് ജോർജ് കുളങ്ങര, സയ്യിദ് മുനവറലി തങ്ങൾ, ആശാ ശരത്, മിഥുൻ രമേശ് തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിക്കും. 167 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. വർഗീസ് പെരുമ്പാവൂർ, മുഹമ്മദ് അക്ബർ, അഡ്വക്കേറ്റ് സുധീർ ദേവരാജൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു. 1 മാസത്തോളം നീണ്ട ശൈത്യകാല അവധിക്ക് ശേഷം UAEയിലെ വിദ്യാലയങ്ങൾ ജനുവരി 5 തുറക്കും. വിദ്യാർത്ഥികളുടെ സുരക്ഷിതമായ യാത്രയും ആരോഗ്യ പരിചരണവും ഉറപ്പാക്കണമെന്ന് അധികൃതർ രക്ഷിതാക്കൾക്ക് നിർദ്ദേശം നൽകി. കുട്ടികൾക്ക് ആവശ്യമായ രോഗപ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്തിരിക്കണം. കുട്ടികളുടെ ആരോഗ്യ വിവരങ്ങൾ വിദ്യാലയങ്ങളിൽ നൽകുകയും വേണം. സുരക്ഷിതമായ യാത്ര ഉറപ്പാക്കാൻ സ്കൂൾ ബസ് എത്തുന്നതിനും കുറഞ്ഞത് 5 മിനിറ്റ് മുൻപെങ്കിലും നിശ്ചിത ബസ് സ്റ്റോപ്പുകളിൽ എത്തണം. സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കയറ്റുന്ന സമയത്ത് സ്റ്റോപ്പ് ബോർഡുകൾ പ്രദർശിപ്പിക്കണമെന്ന് അധികൃതർ ബസ് ഡ്രൈവർമാരെ ഓർമ്മിപ്പിച്ചു. കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കിയ പോഷകസമൃദ്ധമായ ആഹാരങ്ങൾ ഉൾപ്പെടുത്തണമെന്നും നിർദ്ദേശമുണ്ട്. പുതുവത്സരാഘോഷങ്ങൾക്ക് പിന്നാലെ ജനനിബിഡമായി ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം. അവധി ആഘോഷിച്ചതിന് ശേഷം മടങ്ങിയെത്തിയവരും ദുബായിൽ നിന്ന് വിവിധ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്നവരും ഒരുമിച്ച് എത്തിച്ചേർന്നതോടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തിരക്കാണ് കഴിഞ്ഞ ദിവസം ദുബായ് വിമാനത്താവളത്തിൽ അനുഭവപ്പെട്ടത്. ജനുവരി 3 ശനിയാഴ്ച 3,20,000 യാത്രക്കാരാണ് ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ദുബായ് വിമാനത്താവളത്തിലെത്തിയത്. ജനുവരി 1 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ 34 ലക്ഷത്തിലേറെ യാത്രക്കാർ ദുബായ് വിമാനത്താവളത്തിലെത്തുമെന്നാണ് കണക്ക്. ഷാർജ വിമാനത്താവളത്തിലും ഈ ദിവസങ്ങളിൽ തിരക്ക് ഏറെയാണ്. മുൻകൂട്ടി ചെക്ക് ഇൻ നടപടികൾ പൂർത്തിയാക്കുക, കുറഞ്ഞത് 4 മണിക്കൂർ മുൻപ് വിമാനത്താവളത്തിൽ എത്തിച്ചേരുക എന്നീ നിർദ്ദേശങ്ങൾ എമിറേറ്റ്സ് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ യാത്രക്കാർക്ക് നൽകിയിട്ടുണ്ട്. കുവൈറ്റിൽ കഴിഞ്ഞ വർഷം 39,487 പ്രവാസികളെ നാട് കടത്തിയതായി പ്രാദേശിക ദിനപത്രം റിപ്പോർട്ട് ചെയ്തു. പൊതു താൽപ്പര്യം, മയക്കുമരുന്ന്, സൈക്കോട്രോപിക് ലഹരി മരുന്നുകളുടെ ദുരുപയോഗം, താമസ നിയമലംഘനം, മറ്റു ഗുരുതര നിയമലംഘനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട കാരണങ്ങൾ കൊണ്ടാണ് ഇവർ നാട് കടത്തലിന് വിധേയരായത്. ഇവരിൽ നിരവധി പേർ കുടുംബത്തോടൊപ്പം കഴിയുന്നവരാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. രാജ്യത്ത് നിയമം നടപ്പാക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഉറച്ച സമീപനമാണ് ആഭ്യന്തര മന്ത്രാലയം സ്വീകരിച്ചു വരുന്നത്. രാജ്യത്തെ ക്രമസമാധാനം തകർക്കുന്നതോ സമൂഹത്തിന് ഭീഷണി ഉയർത്തുന്നതോ ആയ ആരെയും വെച്ചു പുലർത്തില്ല എന്നും നിയമങ്ങൾ പാലിച്ച് ജീവിക്കാൻ സന്നദ്ധരായ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുവെന്നും മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ വിദേശ നിക്ഷേപകർ, വിദേശ റിയൽ എസ്റ്റേറ്റ് ഉടമകൾ എന്നിവർക്ക് 10-15 വർഷം കാലാവധിയുള്ള പ്രത്യേക സിവിൽ ID കാർഡുകൾ അനുവദിക്കും. 1ാം ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസഫ് അൽ സബാഹാണ് ഇത് സംബന്ധിച്ച ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇതനുസരിച്ച് കുവൈറ്റിലെ വിദേശികളായ റിയൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് 10 വർഷത്തേക്കും വിദേശ നിക്ഷേപകർക്ക് 15 വർഷത്തേക്കും സാധ്യതയുള്ള പ്രത്യേക സിവിൽ ID കാർഡുകൾ അനുവദിക്കും. ഇലക്ട്രോണിക് ചിപ്പുകൾ ഘടിപ്പിച്ച സിവിൽ ID കാർഡുകളായിരിക്കും ഈ വിഭാഗങ്ങൾക്ക് അനുവദിക്കുക. കുവൈറ്റിൽ പൊതുമര്യാദകൾ ലംഘിക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച ഇന്ത്യൻ പൗരനെയും സുഹൃത്തുക്കളെയും അറസ്റ്റ് ചെയ്തു. കുവൈറ്റ് ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റാണ് മരുഭൂമിയിലെ ഒരു ക്യാമ്പിൽ വെച്ച് ചിത്രീകരിച്ച വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവരെ അറസ്റ്റ് ചെയ്തത്.
ക്യാമ്പിനുള്ളിൽ ഇന്ത്യൻ സമൂഹത്തിൽ നിന്നുള്ള ഒരു സംഘം വ്യക്തികൾ നടത്തിയ സ്ത്രീവേഷം ധരിച്ചുള്ള പെരുമാറ്റങ്ങളും രാജ്യത്തെ നിയമങ്ങൾക്കും സാമൂഹ്യ മൂല്യങ്ങൾക്കും നിരക്കാത്ത മറ്റു പ്രവർത്തികളും അടങ്ങിയ വീഡിയോ ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സൗദി ദേശീയ വിമാന കമ്പനിയായ സൗദിയ സാദിയുടെ തലസ്ഥാനമായ റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് അടുത്ത മാസം സർവീസ് ആരംഭിക്കും. ഫെബ്രുവരി 3 ആദ്യ വിമാനം റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്ക് തിരിക്കും. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിലാണ് എയർബസ് 320 വിമാനം സർവീസ് നടത്തുക. പുലർച്ചെ 1:20 പുറപ്പെടുന്ന വിമാനം 8:35 കോഴിക്കോട് ലാൻഡ് ചെയ്യും. രാവിലെ 9:45 കോഴിക്കോട് നിന്നും തിരിച്ച് 12:50 റിയാദിലെത്തും. 20 ബിസിനസ് ക്ലാസ് ടിക്കറ്റും 168 എക്കോണമി ക്ലാസ് ടിക്കറ്റുമാണ് വിമാനത്തിൽ ഉണ്ടാവുക. ജിദ്ദയിൽ നിന്നും കണക്ഷൻ ഫ്ലൈറ്റ് വഴി യാത്ര ഒരുക്കാനുള്ള സംവിധാനവും ആലോചനയിലുണ്ട്. സൗദിയിൽ എഞ്ചിനീയറിംഗ് പ്രൊക്യൂർമെന്റ് പ്രൊഫഷനുകളിൽ സ്വദേശിവൽക്കരണം ഉയർത്താനുള്ള 2 തീരുമാനങ്ങൾ മാനവശേഷി സാമൂഹ്യ വികസന മന്ത്രാലയം പ്രഖ്യാപിച്ചു. തൊഴിൽ വിപണിയിൽ സൗദി പൗരന്മാരുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും വിവിധ പ്രവിശ്യകളിൽ സ്വദേശികൾക്ക് ഉത്തേജകവും ഉൽപ്പാദനപരവുമായ തൊഴിലവസരങ്ങൾ നൽകാനുമുള്ള മന്ത്രാലയത്തിന്റെ ശ്രമങ്ങളുടെ ഭാഗമായാണിത്. എഞ്ചിനീയറിംഗ് പ്രൊഫഷനുകളിലെ സൗദിവൽക്കരണ നിരക്ക് 30% ഉയർത്താനും സ്വകാര്യ നോൺ പ്രോഫിറ്റ് മേഖലകളിൽ സ്വദേശി എഞ്ചിനീയർമാരുടെ മിനിമം വേതനം 8,000 റിയാലായി ഉയർത്താനും ആദ്യ തീരുമാനം വ്യവസ്ഥ ചെയ്യുന്നു. സൗദിയിലുണ്ടായ വാഹനാപകടത്തിൽ മലപ്പുറം സ്വദേശികളായ ഒരു കുടുംബത്തിലെ 4 പേർ മരിച്ചു. മദീനയ്ക്ക് സമീപം വാദി ഫർഹ പ്രദേശത്തിനടുത്തുള്ള അൽ യുത്മ എന്ന സ്ഥലത്തു വെച്ചാണ് അപകടമുണ്ടായത്. ശനിയാഴ്ച രാത്രി 10:30 ഇവരുടെ കാർ പുല്ല് കൊണ്ടുപോകുന്ന ട്രക്കിന് പിറകിലിടിച്ചാണ് അപകടം സംഭവിച്ചത്. വെള്ളില സ്വദേശി നടുവത്ത് കളത്തിൽ ജലീൽ, ഭാര്യ തസ്ന, മാതാവ് മൈമൂനത്ത്, നടുവത്ത് കളത്തിൽ ആദിൽ എന്നിവരാണ് മരിച്ചത്. ജിദ്ദയിലെ അസ്കാൻ ബിൽഡിംഗിൽ താമസിക്കുന്ന UK പടി സ്വദേശി ഇപ്പോൾ തിരൂർക്കാട് തോണിക്കരയിൽ വീട് വെച്ച അബ്ദുൽ ജലീലും കുടുംബവുമാണ് അപകടത്തിൽപ്പെട്ടത്. വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു. ഉമ്മ, മകൻ, മകന്റെ ഭാര്യ, അവരുടെ ഒരു കുട്ടി എന്നിവർ മരണപ്പെട്ടു. 3 മക്കൾ 2 ആശുപത്രികളിലായി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. പരിക്കുപറ്റിയ ഒരാളുടെ നില ഗുരുതരമാണ്. മദീന KMCC നേതാക്കൾ തുടർ നടപടികൾ ചെയ്തു വരുന്നതായി ബന്ധപ്പെട്ടവർ അറിയിച്ചു. സൗദിയിൽ അഴിമതി കേസുകളിൽ വിവിധ മന്ത്രാലയങ്ങളിലെയും വകുപ്പുകളിലെയും ഉദ്യോഗസ്ഥരടക്കം 116 പേരെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അറസ്റ്റ് ചെയ്തതായി ഓവർസൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ അതോറിറ്റി അറിയിച്ചു. കൈക്കൂലി, അധികാര ദുർവിനിയോഗം എന്നീ കേസുകളിൽ ആകെ 466 പേരെയാണ് കഴിഞ്ഞ മാസം ചോദ്യം ചെയ്തത്. ഇക്കൂട്ടത്തിൽ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞ 116 പേരെ അറസ്റ്റ് ചെയ്തു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയെ അമേരിക്ക പിടികൂടിയതിന് പിന്നാലെയുള്ള രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വെനസ്വേലയിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. അതിനിടെ ന്യൂയോർക്ക് ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന വെനസ്വേല പ്രസിഡന്റ് നിക്കോളസ് മഡൂറോയുടെ ചിത്രവും പുറത്തുവന്നു. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകുന്നതുവരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞു. വെനസ്വേലയിലെ സംഭവ വികാസങ്ങൾ ഇന്ത്യ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും വെനസ്വേലയിലെ ജനതയ്ക്കൊപ്പമാണ് ഇന്ത്യയെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിലും സംഘർഷങ്ങളിലും ഇന്ത്യ കടുത്ത ആശങ്കയും രേഖപ്പെടുത്തി. നിലവിലുള്ള പ്രശ്നങ്ങൾ സമാധാനപരമായ ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് ഇന്ത്യയുടെ നിലപാട്. നേരത്തെ വെനസ്വേലയിലെ സംഘർഷ സാഹചര്യത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി അവിടുത്തെ ഇന്ത്യൻ എംബസി നിരന്തരം സമ്പർക്കത്തിലാണെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതിനിടെ ന്യൂയോർക്ക് ജയിൽ അധികൃതർക്ക് നടുവിലിരിക്കുന്ന വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയുടെ ചിത്രം പുറത്തുവന്നു. അമേരിക്കയുടെ പിടിയിലായിട്ടും അല്പം പോലും പതറാതെ ജയിൽ ഉദ്യോഗസ്ഥർക്കിടയിൽ ചെറുപുഞ്ചിരിയുമായി തംസപ്പ് മുദ്രയുമായി നിക്കോളാസ് മദൂറോ ഇരിക്കുന്ന ചിത്രമാണ് പുറത്തു വന്നിട്ടുള്ളത്. ശനിയാഴ്ച നടന്ന സൈനിക നടപടിക്ക് പിന്നാലെ നിക്കോളാസ് മദൂറോയും ഭാര്യയും പിടിയിലായിരുന്നു. 2 പേരെയും DEA ഹെഡ്ക്വാർട്ടേഴ്സിലേക്കും പിന്നീട് ഹെലികോപ്റ്റർ മാർഗം ബ്രൂക്സിനിലെ മെട്രോപൊളിറ്റൻ ഡിറ്റൻഷൻ സെന്ററിലും എത്തിക്കുകയായിരുന്നു. വിചാരണ നടപടികൾ പൂർത്തിയാകുന്നതുവരെ മദൂറോയെ ഇവിടെ പാർപ്പിക്കുമെന്നാണ് ലഭ്യമാകുന്ന സൂചനകൾ. ശരിയായ അധികാര കൈമാറ്റം പൂർത്തിയാകും വരെ വെനസ്വേല അമേരിക്ക ഭരിക്കുമെന്നും എണ്ണ വിതരണ സംവിധാനം ശരിയാക്കിയെടുക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. വെനസ്വേലയിലെ സ്ഥിതിഗതികളും അമേരിക്കൻ നീക്കവും സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് ലോകരാഷ്ട്രങ്ങൾ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. ശരണാമൃതം പവേർഡ് ബൈ ധനലക്ഷ്മി ബാങ്ക്. ബാങ്കിംഗ് ഓൺ റിലേഷൻഷിപ്സ് ഫോറെവർ. ശബരിമലയിൽ ഭക്തജന തിരക്ക് തുടരുന്നു. കഴിഞ്ഞ ദിവസം 1 ലക്ഷത്തിന് മുകളിൽ തീർത്ഥാടകരാണ് ശബരിമലയിലെത്തിയത്.
ഇന്നും വലിയ രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം 53,965 തീർത്ഥാടകർ ശബരിമലയിലെത്തി. പമ്പയിലും സന്നിധാനത്തും തിരക്ക് കൂടിയതോടെ നിയന്ത്രണങ്ങളോടെയാണ് തീർത്ഥാടകർക്ക് ദർശനമൊരുക്കിയിട്ടുള്ളത്. മരക്കൂട്ടം മുതൽ ക്യൂ നിന്നാണ് അയ്യപ്പന്മാർ സന്നിധാനത്തേക്ക് എത്തുന്നത്. നടപ്പന്തലിലും നിയന്ത്രണങ്ങളുണ്ട്. മകരവിളക്ക് ഉത്സവം ആരംഭിച്ചതോടെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലായി എത്തുന്നത്. മകരവിളക്കിനോടനുബന്ധിച്ചുള്ള ഗതാഗത ക്രമീകരണങ്ങൾ വിലയിരുത്താൻ മന്ത്രി KB ഗണേഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ അവലോകന യോഗവും ചേർന്നു. T20 ലോകകപ്പിൽ ബംഗ്ലാദേശിന്റെ മത്സരങ്ങൾ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിലേക്ക് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രതികരണവുമായി BCCI. ഒരാളുടെ ഇഷ്ടത്തിനനുസരിച്ച് മത്സരക്രമം മാറ്റാൻ പറ്റില്ല എന്നും എതിർ ടീമുകളെക്കുറിച്ചും ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ചിന്തിക്കണമെന്നും BCCI വ്യക്തമാക്കി. നേരത്തെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് മത്സരങ്ങൾ മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് ICCയെ സമീപിക്കാൻ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഒരുങ്ങിയിരുന്നത്. IPLൽ നിന്നും ബംഗ്ലാദേശ് താരം മുസ്തഫിസുർ റഹ്മാനെ ഒഴിവാക്കിയതിന് പിന്നാലെയാണ് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി രംഗത്ത് വന്നത്. മിഡിൽ ഈസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ YouTube ചാനൽ കാണുക.